Hello മക്കളെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ എക്സാമിനറിന്റെ പ്രീ നീറ്റ് എക്സാമിനെ കുറിച്ച്. അപ്പോൾ ഈ ഒരു എക്സാമിനെ കുറിച്ച് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ ബാച്ച് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ നമ്മുടെ എക്സാമിനറിന്റെ ഓഫീസിലേക്ക് കുറേ കോൾസും മെസ്സേജസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള നമ്മുടെ യൂട്യൂബിലെ സ്റ്റുഡൻസിനൊക്കെ ഈ ഒരു എക്സാം എഴുതാൻ ആഗ്രഹമുണ്ട്, അവർക്കും കൂടി ഒരു ഓപ്പർച്യൂണിറ്റി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ നമ്മുടെ എക്സാമിനറിന്റെ ഈ ഒരു പ്രീ നീറ്റ് എക്സാം നമ്മൾ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് നടത്താൻ പോവുകയാണ്. അതായത് നമ്മൾ പബ്ലിക് ആക്കിയിട്ട് നടത്താൻ പോവുകയാണ്. അപ്പം ഈ ഒരു എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +1 പഠിക്കുന്ന എല്ലാ മക്കൾക്കും എഴുതാം. നിങ്ങൾക്ക് സെപ്പറേറ്റ് എക്സാം ആണ്. ആൻഡ് ഇപ്പോൾ +2 പഠിക്കുന്ന മക്കൾക്ക്, അതായത് ഇപ്പം 2024 എക്സാം എഴുതാൻ പോകുന്ന നിങ്ങൾക്ക് ഒരു അടിപൊളി മോഡൽ എക്സാം ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് +2 പഠിക്കുന്ന മക്കൾ എഴുതാൻ പോകുന്ന എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് +1 സിലബസും +2 സിലബസും ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളും നിങ്ങളെ എക്സൈറ്റ് ചെയ്യാൻ പോകുന്ന കുറേ ഫാക്ടേഴ്സും എല്ലാം വെച്ചത് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാമിനറിൻ്റെ പ്രീ നീറ്റ് എക്സാം എഴുതുന്ന മക്കൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഓക്കെ, നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ എക്സാം ഇപ്പോൾ +1 പഠിക്കുന്ന മക്കൾക്കാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതുന്നതിന് മുൻപ് നമുക്ക് +2 അല്ലേ, +2 കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നീറ്റ് എഴുതാൻ പറ്റുക. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടണം എങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ, എക്സാം പാറ്റേൺ എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് +1 മക്കൾക്ക് നമ്മൾ ഈ എക്സാം നടത്തുന്നത്. ഇനി +2 മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ 2024 അല്ലേ, അവർ May 5 അവരുടെ എക്സാം എഴുതാൻ പോവാണ്. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾക്ക് എന്താണ് ശരിക്കും ഒരു അടിപൊളി മോഡൽ എക്സാം ആയിരിക്കും നമ്മുടെ ഈ ഒരു പ്രീ നീറ്റ്. അതായത് നിങ്ങൾ എങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾ എഴുതാൻ പോകുന്നത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ടൈം ബൗണ്ടഡ് ആയിട്ട് നിങ്ങൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു മെൻ്റൽ ഫീലിങ്ങും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫീൽ ചെയ്യാം. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ ആ സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വരുത്താൻ സാധ്യതയുണ്ടെങ്കിൽ അത് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും നമ്മുടെ മെയിൻ എക്സാമിൻ്റെ സമയത്ത് നമുക്കതെല്ലാം മാറ്റാനുള്ളൊരു ബെസ്റ്റ് ചാൻസാണ്. ഇനി ഈ ഒരു പ്രീ നീറ്റ് എക്സാമിൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ 1, 2, 3 പൊസിഷൻസിൽ വരുന്ന എക്സാം എഴുതിയിട്ട് ടോപ്പ് 3 റാങ്കിൽ വരുന്ന മക്കൾക്ക് ക്യാഷ് അവാർഡ് ഉണ്ട്. ക്യാഷ് അവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1ാം സ്ഥാനത്ത് വരുന്ന ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആൾക്ക് 50,000 ആണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ആൻഡ് സെക്കൻഡ് റാങ്കിൽ വരുന്ന ആൾക്ക് 30,000 ആൻഡ് തേർഡ് റാങ്കിൽ വരുന്ന ആൾക്ക് 20,000. അപ്പോൾ നിങ്ങൾക്ക് ചുമ്മാ വന്ന എക്സാം നല്ലപോലെ പഠിച്ച് കറക്റ്റായിട്ട് എഴുതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ക്യാഷ് അവാർഡും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് നമ്മുടെ മിസ് പറഞ്ഞു ഇത് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എത്രത്തോളം ഇപ്പം +1 പഠിക്കുന്ന മക്കളായാലും +2 പഠിക്കുന്ന മക്കളായാലും നിങ്ങളുടെ ആ ഒരു നോളജ് ലെവൽ അല്ലെങ്കിൽ നിങ്ങളുടെ പഠന രീതി എത്രത്തോളം എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നീറ്റ് എക്സാം എഴുതുന്നതിന് മുൻപ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ നമ്മളാണെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്ലാൻ, ഇപ്പോൾ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഒരു ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ സ്റ്റക്ക് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, വേഗം മുന്നോട്ട് പോകണം. ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും പ്ലാനുകളൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനും അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം ഹാളിൽ. എപ്പോഴും ഓൺലൈൻ എക്സാം എഴുതുന്നതിനേക്കാൾ ഓഫ്ലൈനിൽ വരുമ്പോഴാണ് കുട്ടികൾ പറയുന്നത് ടൈം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, മാനേജ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ചാൻസ് കൂടിയാണ്. ദെൻ നിങ്ങൾ നല്ലപോലെ പഠിച്ച് ഈ ഒരു എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ മെയിൻ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ടെൻഷനൊക്കെ കുറയ്ക്കാം. നമ്മൾ ഈ എക്സാമൊക്കെ എഴുതി നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. നിങ്ങൾക്ക് തന്നെ അറിയാം, ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ മറന്നു പോകും. പക്ഷെ നമ്മൾ കൂളായിരിക്കുന്ന സമയത്താണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് പഠിച്ചത് റീകളക്ട് ചെയ്യാൻ പറ്റുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു എക്സാം നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആ ഒരു ലെവൽ മനസ്സിലാക്കാം, ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏരിയ മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയാൽ അത് തരുന്ന കോൺഫിഡൻസ് എന്താണ് പറയണ്ടല്ലോ. പിന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടില്ല നമ്മളിപ്പം ആ ഒരു എക്സാം എഴുതി വിത്തിൻ ഡേയ്സ് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ ഫീഡ്ബാക്ക് ആയാലും നിങ്ങളുടെ മാർക്കിംഗ് സ്കീം ആയാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ആങ്സൈറ്റി, സ്ട്രെസ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടത്തോടു കൂടി തന്നെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാം ആയിരിക്കും നമ്മുടെ എക്സാമിനറിൻ്റെ ഈ ഒരു പ്രീ നീറ്റ് എക്സാം.
ആൻഡ് നിങ്ങൾക്കറിയാം ഇത് ഓൾ കേരള നമുക്കിതിന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഒരു സെൻറ്റേഴ്സ് കാണാം. അപ്പോൾ ഇവിടെ മലപ്പുറം ആണെങ്കിൽ റീജിയണൽ എഡ്യൂസിറ്റി ആണ്, പാലക്കാട് ആണെങ്കിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജാണ്, ആൻഡ് എറണാകുളം ജയ് ഭാരത് കോളേജ്, ആലപ്പുഴ കാർമൽ കോളേജ്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പത്തനംതിട്ട, കൊല്ലം, കണ്ണൂർ, കോഴിക്കോട്, ഇടുക്കി എല്ലാ സ്ഥലങ്ങളിലും സെൻറ്ററിലുണ്ട്. ഇതിൽ കാസർഗോഡിൻ്റെ കാര്യത്തിലുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. എന്തായാലും ഇതിൻ്റെ കാര്യത്തിൽ എന്താണെന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓൾ കേരള നമുക്ക് എന്തുണ്ടാകും, സെൻറ്റേഴ്സ് ഉണ്ടാകും. ആൻഡ് April 7th നമ്മൾ എന്ത് നടത്താൻ പോകുന്നത്, നമ്മുടെ എക്സാമിനറിൻ്റെ പ്രീ നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് 2 phases ആയിട്ടാണ്. അതായത് +1 വേണ്ടിയിട്ട് സെപ്പറേറ്റും +2 വേണ്ടിയിട്ട് സെപ്പറേറ്റും ആണ്. അപ്പോൾ +1 മക്കൾക്ക് നിങ്ങളുടെ +1 ചാപ്റ്റേഴ്സിൻ്റെ നീറ്റ് സിലബസ് ബേസ്ഡ് ആയിരിക്കും. +2 മക്കൾക്ക് +1 +2 ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പൈൻഡ് ആയിട്ട് എഴുതിയ ആ ഒരു ഫീലിംഗും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ആൻഡ് സിലബസിൻ്റെ കാര്യം മിസ് ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 7th of April. അതായത് നിങ്ങളുടെ എല്ലാ പബ്ലിക് എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നല്ല ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. April 7th ഓഫ്ലൈൻ ആയിട്ടാണ് നടത്തുന്നത്. ഓക്കെ, OMR ഷീറ്റും ഒക്കെ വെച്ചിട്ടുള്ള ശരിക്കും നിങ്ങളുടെ ഒരു മോഡൽ എക്സാം തന്നെയായിരിക്കും. ഓക്കെ, ആൻഡ് +1 പ്രീ നീറ്റ് എക്സാമിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി ടു ഉച്ചയ്ക്ക് 1:20 വരെ, 3 hours and 20 minutes. നമ്മളുടെ നീറ്റ് എക്സാമിൻ്റെ അതേ ഒരു ടൈം തന്നെയാണ് 20 minutes. 3 hours and 20 minutes ആണ്. ആൻഡ് +2ൻ്റെത് ഉച്ചയ്ക്കാണ്. നമ്മുടെ ശരിക്കും നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നമ്മളുടെ നീറ്റ് എക്സാം നിങ്ങൾ May 5th എഴുതാൻ പോകുന്ന നീറ്റ് എക്സാം 2 മണി ടു 5:20 ആ ഒരു അതേ സമയത്താണ് +2കാർക്ക് എക്സാം എഴുതുന്നത്. കാരണം ഇത് +2കാർക്ക് ഈ ഒരു സമയം വെക്കാൻ തന്നെയുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ആ സമയം, ആ ഒരു 2 മണി ടു 5:20 ആ സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലേ, ആ ഒരു മൂഡ് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ സെയിം എക്സ്പീരിയൻസ് കിട്ടണമെന്ന് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ നമ്മുടെ +2കാരുടെ എക്സാം വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി രജിസ്ട്രേഷൻ പ്രോസസ്സ്. ഈ ഒരു എക്സാമിന് നിങ്ങൾക്കറിയാം, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. April 7th നമ്മളുടെ എക്സാം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കാണാം. നിങ്ങൾ ആ ഒരു ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ വെബ്സൈറ്റിൽ പോയാലും കാണാം. ഒന്നെങ്കിൽ നിങ്ങൾ എക്സാമിനറിൻ്റെ വെബ്സൈറ്റിലേക്ക് ലീഡ് ചെയ്യുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ വെബ്സൈറ്റ് examiner.com ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകുക. examiner.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിൽക്കുക, നിങ്ങൾ നേരെ എത്തുന്നത് അവിടെ ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ examiner.com പോകുക, രജിസ്ട്രേഷൻ ലിങ്ക് നിൽക്കുക. അപ്പോൾ അവിടെ ഒരു ഫോം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതായത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ക്ലാസ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. ആൻഡ് ഓരോ സ്റ്റുഡൻറ്റിനും 100 rupees ആണ് നമ്മളുടെ ഈ ഒരു ഫീ എന്ന് പറയുന്നത്. ഓക്കെ, 100 rupees അടയ്ക്കണം. ആൻഡ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും, അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയാണ് നമ്മളുടെ വെബ്സൈറ്റിൽ എത്തിയാലുണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മിസ് ഇപ്പോൾ examiner.com നോക്കിയതാണ്. അപ്പോൾ അതിൽ എക്സാം ഹബ്ബ് എടുക്കുക, പ്രീ നീറ്റ് എടുക്കുക. ഓക്കെ, പ്രീ നീറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും, രജിസ്ട്രേഷൻ ഓപ്പൺ നൗ, ക്ലിക്ക് ഹിയർ. നിങ്ങളിവിടെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ കിട്ടും. അപ്പോൾ നിങ്ങളിവിടെ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ, മെയിൽ ID, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പാരൻറ്റിൻ്റെ നമ്പർ, അഡ്രസ്സ്, ആധാർ നമ്പർ, ഡിസ്ട്രിക്റ്റ്. നിങ്ങൾ നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ച് സ്റ്റുഡൻ്റ് ആണോ എങ്കിൽ നമ്മളെ സൈനപ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്തിട്ടുള്ള നമ്പർ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യണമെന്നില്ല. ആർ യു അപ്ലൈയിങ് ഫോർ, ഏതിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് +1 നീറ്റ് ആണോ +2 നീറ്റ് ആണോ എന്ന് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം, UPI വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് എങ്ങനെയായാലും പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടുന്നതായിരിക്കും, നിങ്ങളുടെ ആ ഒരു ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ അതിപ്പോൾ തന്നെ കിട്ടില്ല. ആഫ്റ്റർ April 1st നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുക. അപ്പോൾ നിങ്ങളൊരു വാലിഡ് ആയിട്ടുള്ള മെയിൽ ID ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും, നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ നിങ്ങളെ അറിയിക്കും. ഓക്കെ, അപ്പോൾ ഹാൾ ടിക്കറ്റ് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഡൗൺലോഡൊക്കെ ചെയ്യുക. അത് April 1st അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇപ്പോഴേ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. April 7th നമ്മളുടെ എക്സാം. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, നിങ്ങൾ നീറ്റ് എക്സാം എഴുതാൻ, നമ്മുടെ എക്സാമിനറിൻ്റെ പ്രീ നീറ്റ് എക്സാം എഴുതാൻ റെഡിയാണ്, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ
കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ അതിനനുസരിച്ച് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു പ്രീ നീറ്റ് എക്സാം എഴുതുക. നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരിക്കും ഇത്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു എക്സാം ആയിരിക്കും. താല്പര്യമുള്ള മക്കൾക്ക് എഴുതാം. ഓക്കെ.